വെള്ളിയാഴ്ചകളിൽ തമിഴ്നാട്ടിലും നോർത്ത് ഇന്ത്യയിലും ചെയ്തു വരുന്ന മറ്റൊരു രീതിയാണ് 2 നാരങ്ങ, ആ നാരങ്ങയ്ക്കകത്ത് മഞ്ഞൾ കുങ്കുമം മുക്കിയതിന് ശേഷം അതിൽ ഗ്രാമ്പു 3 ഭാഗങ്ങളിലായിട്ട് കുത്തിവെക്കുന്നു. എന്നിട്ട് ഇത് വീടിൻ്റെ വാതിലിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് വയ്ക്കാറുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്നത് തമിഴ്നാട്ടിലാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ ഇത് പൂർണ്ണമായും ആഗിരണം ചെയ്ത് പുറത്തേക്ക് തള്ളുന്നു എന്നാണ് പറയുന്നത്. ഇത് കൂടാതെ പുറത്തു നിന്നുള്ള ഒരു നെഗറ്റീവ് എനർജിയെ അകത്തേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ നെഗറ്റീവ് മൈൻഡുമായിട്ട് ഒരാൾ വന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോൾ അയാളുടെ ഉള്ളിലെ മനസ്സിലെ കെട്ട ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന ആ ഒരു നെഗറ്റീവ് വൈബ്രേഷനെ ഇത് ഇല്ലാതാക്കുന്നു എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിലൈവാസൽ പൂജ എന്നൊരു പൂജ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ നാരങ്ങ ഇങ്ങനെ മുറിച്ച് 2ആയിട്ട് വയ്ക്കാറുണ്ട്. നിലൈവാസൽ പൂജയുടെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നാരങ്ങയ്ക്ക് അമ്ലാംശമുള്ള ഒരു വസ്തുവാണ്. അതിന് നെഗറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യാനുള്ള ശക്തി നാച്ചുറലായിട്ട് ഉണ്ട്. എങ്ങനെ ചെയ്യുന്നതിനകത്ത് 2 അർത്ഥങ്ങളാണുള്ളത്. 1 നെഗറ്റീവ് എനർജിയെ ഇല്ലായ്മ ചെയ്യാൻ, 2 മഹാലക്ഷ്മി വീട്ടിലുള്ളിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് മഹാലക്ഷ്മി പൂജയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന മംഗളമാണ് പൊരുട്കൾ എന്ന് പറയുന്ന 3 സാധനങ്ങളുണ്ട്. 1 മഞ്ഞൾ, 2 കുങ്കുമം, 3 ഗ്രാമ്പു. ഈ 3 സാധനങ്ങളും നമ്മൾ പൂജാ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ചെയ്ത അതേ രീതിയിൽ തന്നെ വേറൊരു വ്യത്യസ്തമായ രീതിയിലും കൂടെ ഇത് ചെയ്യാറുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാരങ്ങ പാതി ഭാഗത്തോളം കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ മഞ്ഞൾ കുങ്കുമം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കർപ്പൂരം വെച്ച് കത്തിച്ച് വീടിൻ്റെ വാതിലിലും മറ്റു മുറികളിലുമൊക്കെയായിട്ട് ഇങ്ങനെ ഉഴിഞ്ഞെടുത്തിട്ട് ആ നാരങ്ങ പുറത്തേക്ക് കൊണ്ടുപോയി അതുപോലെ തട്ടുകയോ അല്ലെങ്കിൽ എറിഞ്ഞുടയ്ക്കുകയോ ചെയ്യാറുണ്ട്. ഇതും ദൃഷ്ടിയെടുക്കുന്ന വേറൊരു മുറയാണ്.